കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മൊബൈലിനകത്ത് ഗാലറിയൊക്കെ ഫുള്ളായിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്യാനെടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കിട്ടിയ ഒരു പഴയ വീഡിയോ ആയിട്ടത്. പഴയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ അല്ലേ എന്ന് കരുതി ഞാൻ വിചാരിച്ചു ഇത് ഡിലീറ്റ് ചെയ്യേണ്ട, എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് കരുതി. ചെറിയൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു, ഏത്തയ്ക്കപ്പഴം. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് ആട്ടോ. അപ്പോൾ ഞാനൊക്കെ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു പഴുത്ത പഴം ഉണ്ടല്ലോ, അതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, നല്ല സോഫ്റ്റ് ആവുന്നവരെ. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ സാധാരണ വീട്ടിലൊക്കെ വൈകുന്നേര സമയങ്ങളിൽ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെ മിക്കവാറും തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമുക്കിവിടെ പഴം, ഈ ഒരു ഏത്തപ്പഴം അവൈലബിൾ അല്ല, പിന്നെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഏത്തപ്പഴം കിട്ടാറില്ല. അപ്പോൾ എന്തായാലും അത് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയാട്ടോ ചേർത്ത് കൊടുത്തത്. ഇതിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്തോരമാണ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് അത്രയും അനുസരിച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പം 2 പഴത്തിന് ഞാൻ ഒരു തവി, അതായത് എന്താ പറയണേ, ഒരു വലിയ തവിയാണ് ഞാൻ ഗോതമ്പ് മാവ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ചധികം തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ബട്ടറായിട്ട് കൊടുക്കുന്ന നെയ്യോ ബട്ടറോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് ബൈൻഡായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ചൂടങ്ങ് മാറി ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇത് തന്നെയല്ല, ഇത് ഏത്തപ്പഴം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഞാനിത് ഉരുട്ടിയെടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ ഉരുളകളാക്കി ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ നമ്മളിതുപോലെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെ ആട്ടോ ഇത് നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആയതുകൊണ്ടാട്ടോ ഞാനിതിപ്പോൾ ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇത് കണ്ടോ, ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്.